പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. നിയമത്തിന്റെ ചട്ടങ്ങൾ തയ്യാറായി. പൗരത്വത്തിന് അപേക്ഷിക്കാൻ പോർട്ടൽ ഉടനെത്തും. നിലവിൽ അപേക്ഷ നൽകിയവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. ബിജെപി പൗരത്വ ഭേദഗതി നിയമത്തെ ബിജെപി രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ വിജ്ഞാപനമിറങ്ങും. നിയമത്തിന്റെ ചട്ടങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഓൺലൈൻ അപേക്ഷാ സംവിധാനമാണ് ഒരുങ്ങുന്നത്. മൊബൈൽ ഫോൺ വഴി പോലും അപേക്ഷ നൽകാവുന്ന രീതിയിൽ ലളിതമാണ് ഓൺലൈൻ പോർട്ടൽ. രജിസ്ട്രേഷന് ഇന്ത്യയിലെത്തിയ വർഷം മാത്രം മതി. മറ്റു രേഖകൾ ആവശ്യപ്പെടില്ല. 2019 ഡിസംബറിലാണ് പാർലമെന്റ് പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത്. ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പലതവണ സാവകാശം തേടിയിരുന്നു. 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിൽ എത്തിയവർക്ക് പൗരത്വം നൽകുന്നതാണ് നിയമം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ അയൽരാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിമിതര ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്നതാണ് നിയമം. അടുത്തിടെ പശ്ചിമബംഗാളിലെ ബിജെപി നേതൃയോഗത്തിൽ CAA നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം പൗരത്വ ഭേദഗതി നിയമം പശ്ചിമബംഗാളിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് ശാശി പഞ്ച വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി.